ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ തന്നെ മനസ്സിൽ പറയും, ഓ ഇപ്പോഴൊരു അടി പൊട്ടിയിരുന്നെങ്കിലെന്ന്. കാരണം വില്ലന്മാരുടെ ആ ഒരു പരിപാടികളൊക്കെ കാണുമ്പോൾ, ആ ഒരു വില്ലത്തരമൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലൊന്ന് വിചാരിക്കും, ഓ ഇവന്മാർക്ക് ടിപ്പ് ഒന്ന് പൊട്ടിച്ചിരുന്നെങ്കിൽ, നായകൻ ഇപ്പോൾ പറഞ്ഞാൽ പൊട്ടിച്ചിരുന്നെങ്കിലെന്ന്. അതേപോലെ തന്നെ ഇൻ്റർവെല്ലിലെ ആ ഒരു ഫൈറ്റൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ആഹാ ഇൻ്റർവെല്ലിൽ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ക്ലൈമാക്സിൽ എന്തായിരിക്കുമെന്ന്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് അത്തരം കുറച്ച് ഇമോഷണൽസൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാൻ ചാൻസ് ഉള്ള ഒരു പടത്തെക്കുറിച്ചാണ്. പറഞ്ഞു വരുന്നത് കിൽ സോൺ 2 എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. അപ്പോൾ ഏവർക്കും സിനിയിൽ ലഭിച്ച മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പറഞ്ഞു വരുന്നത് കിൽ സോൺ എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ചാണ്. ചിത്രത്തിൻ്റെ പ്ലോട്ടും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പും കണ്ടും കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചിത്രത്തിൻ്റെ ആ ഒരു ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ്. ആക്ഷൻ സിനിമകൾ കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത സിനിമകളുടെ കൂട്ടത്തിൽ ഇതും കൂടെ ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം കൊടുക്കുന്ന ഓരോ ഇടിയും അത്രമാത്രം എഫക്റ്റ് നമ്മളിലും ഉണ്ടാക്കുന്നുണ്ട്. അതിന് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ആ ഒരു കഥ പറച്ചിൽ ശൈലിയാണ്, അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ ആ ഒരു കഥ തന്നെയാണ്. ഇതിനു മുമ്പ് കണ്ടും കേട്ടിട്ടുമുള്ള കഥകളൊക്കെയാണ് എന്ന് പറയുമ്പോഴും ഇപ്പോൾ ആ കഥയെക്കുറിച്ച് പറഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കും. അതുകൊണ്ട് കഥയിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എങ്കിലും ചെറിയൊരു സാരാംശം എന്നതുപോലെ പറയുകയാണെങ്കിൽ, നമ്മുടെ നായകൻ ഒരു പോലീസ് ഓഫീസറാണ്. ജയിലിലാണ് അദ്ദേഹം തൻ്റെ ജോലി നിർവഹിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ജയിലിൽ അനധികൃതമായി ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം ചൈനയിൽ നിന്നൊരു തടവുകാരനും കൂടെ ഈ ജയിലിലേക്ക് എത്തുന്നു. അതേസമയം നമ്മുടെ നായകന് ഒരു കുഞ്ഞു മകളുമുണ്ട്. ആ മകളെയാണെങ്കിൽ ഒരു വലിയ അസുഖം പിടികൂടിയിട്ടുമുണ്ട്. അപ്പം തൻ്റെ ജീവനായ മകളെ നഷ്ടപ്പെടുമോ എന്നുള്ള വേദനയും അതോടൊപ്പം ജോലിയോടുള്ള തൻ്റെ ആത്മാർത്ഥതയും എല്ലാം കൂടെ കൂട്ടിക്കുഴഞ്ഞപ്പോൾ നമ്മുടെ നായകൻ്റെ ലൈഫ് മൊത്തത്തിൽ എന്താ പറയുക, ഒരു അവതാളത്തിലുള്ള ഒരു അവസ്ഥയിലാണ്. അങ്ങനെ ഇരിക്കുകയാണ് ജയിലിൽ ഇത്തരം അനധികൃതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് മനസ്സിലാകുന്നത്. എന്ത് തരത്തിലുള്ള അനധികൃതമാണ് നടക്കുന്നതെന്ന് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം. കാരണം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അത് ആസ്വാദനത്തെ ബാധിക്കും. ചിത്രം കാണാനുള്ള മെയിൻ ഒരു പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത് ചിത്രത്തിൻ്റെ ആക്ഷൻ തന്നെയാണ്. ആദ്യം പറഞ്ഞതുപോലെ ചിത്രത്തിൽ കാണിച്ചു പോകുന്ന ഓരോ ആക്ഷൻ പരിപാടികളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ആദ്യത്തെയും രണ്ടാമത്തെ ആക്ഷനൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, ആഹാ ആദ്യത്തെ ആക്ഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ആക്ഷൻ തന്നെ ഇങ്ങനെയാണെങ്കിൽ ക്ലൈമാക്സിൽ എന്നതായിരിക്കും ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അതിനോട് നമ്മുടെ ആ ഒരു പ്രതീക്ഷയോട് 100% നീതി പുലർത്തി തന്നെയാണ് ക്ലൈമാക്സിലെ ഫൈറ്റും ഒരുക്കിയിരിക്കുന്നത്. ഒരു ആക്ഷൻ സിനിമ ആയതുകൊണ്ട് തന്നെ ആക്ഷൻ സിനിമാ പ്രേമികൾക്ക് കണ്ടാസ്വദിക്കാൻ പറ്റിയ ചേരുവകളെല്ലാം ചേർത്ത് തന്നെയാണ് സംവിധായകൻ ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞതായിരിക്കാം. കണ്ടു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പങ്കുവയ്ക്കുക. അത് കാണാൻ പോകുന്നവർക്ക് ഒരു ഉപകാരപ്രദമാകുമല്ലോ. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.